നമസ്കാരം, വീണാസ് വെല്ലിലേക്ക് സ്വാഗതം. ഇന്ന് ഇലയിൽ വാട്ടിയ നല്ല മത്തി പൊളിച്ചതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്നിട്ട് നമുക്കൊരു 5-10 മീൻ എടുത്തിട്ടുണ്ട്. ഒരു ഇടത്തരം മീനാണ് എടുത്തേക്കുന്നത്. നമുക്കിതൊന്ന് വരയിടാം. ഇത് വരയിടുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ പൊള്ളിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് വരയിടുന്നത്. എല്ലാത്തിനും നമുക്കൊന്ന് വരയിടാം. മത്തിയെല്ലാം വരയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ ചേരുവകൾ: 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 സ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഉപ്പും കൂടെ ഇട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇനി ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണ്. ഇത് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 10-20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രൈ ചെയ്യാൻ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മത്തി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാനിടാം. ഇത് ഞാൻ തിരിച്ചിട്ട് ഇത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നാല് പച്ചമുളക്, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി. നമുക്കിതെല്ലാം കൂടെ ചതച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഈ ചട്ടി തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച്, ചട്ടി ചൂടാണ്, അപ്പോൾ നമുക്ക് ഇച്ചിരി സവാള ഇടാം. ആ സവാള, ഒരു സവാളയാണ് ഇട്ടേക്കുന്നത്. ഒരു സവാള, അതിലോട്ട് നമ്മൾ മുമ്പ് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് ഇടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇച്ചിരി കൂടെ ഒഴിക്കാം. എണ്ണ കുറവാണ്. ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഇച്ചിരി തീ ഒന്ന് കൂട്ടി വെച്ചാണ്. 1 സ്പൂൺ മുളക് പൊടി ഇട്ട്, ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഉലുവ, കുറച്ച് കുരുമുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇളക്കാം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. മൂക്കട്ടെ, പൊടികളെല്ലാം മൂക്കണം. ഇച്ചിരി വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് അവിടെ ഇരുന്ന് പറ്റട്ടെ. വെള്ളം ഒഴിച്ചാൽ അതൊന്ന് പറ്റട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പിടുക.
ഇല വാട്ടുകയാണ്. നല്ല രീതിയിൽ നമുക്ക് ഇല വാട്ടാം. ഇത് പൊള്ളിക്കാൻ വേണ്ടിയാണ് ഇല വാട്ടുന്നത്. കുറച്ച് തേങ്ങ തിരുമ്മിയിട്ടുണ്ട്, കുറച്ച് മതി. നമുക്കിത് കട്ടിയായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാം. കുറച്ച് മതി, അത് 2-3 സ്പൂൺ മതി. നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ കട്ടിപ്പാലാണ്. വാട്ടി വെച്ച ഇലയിലോട്ട് നമുക്ക് ആ ഗ്രേവി ഇടാം. ആദ്യം നമുക്ക് ഇച്ചിരി ഗ്രേവി ഇടാം. വറുത്ത മീന്, ഫ്രൈ ചെയ്ത് വെച്ച മീനിടാം. ബാക്കി വന്ന ഗ്രേവി നമുക്ക് ഈ ഫ്രൈ ചെയ്ത മത്തിയുടെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ ഇടാം. നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തിടണം. എല്ലാത്തിലും നമുക്കിടാം. എല്ലായിടത്തും ആകുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്തിടുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു മാങ്ങ വെക്കാം. നല്ല പൂളിയ മാങ്ങ വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് കറിവേപ്പില. ഗാർണിഷ് ചെയ്തതിലോട്ട് നമുക്ക് ആ തേങ്ങാപ്പാലില്ലേ അത് ചെറുതായിട്ട് ഒഴിക്കണം. കാരണം ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പറയുന്നത്. ഓക്കെ, നമുക്കിത് അടച്ച് നല്ല രീതിയിൽ പൊതിയാം. ഈ വാഴവള്ളി കൊണ്ട് തന്നെ നമുക്ക് പൊതിയാം. ചട്ടി ചൂടായി. ഇനി നമുക്കിതിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കുക. ഇച്ചിരി മതി. ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കെട്ടി വെച്ച ഇല ഇതിലോട്ട് വെക്കുക. ഇത് പൊളിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഇതേപോലെ ഇരിക്കട്ടെ. അതിടയ്ക്ക് തിരിച്ചിടണം. 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് കൂടെ ഇട്ട് ശരിയാകട്ടെ. ഇത് എടുക്കുകയാണ്. ആയിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. കെട്ടൊക്കെ അഴിക്കാം. അങ്ങനെ നമ്മുടെ മത്തി പൊളിച്ചത് ശരിയായിരിക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വാഴയിലയുടെയൊക്കെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ മത്തി പൊള്ളിച്ചത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അന്നേരം അടുത്തത് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.